നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ രാജസ്ഥാൻ റോയൽസ് തകർപ്പൻ ജയമാണ് PBKസിന് മേൽ നേടിയിരിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിൻ്റെ ടീം ആകെ മാറിയ പോലെ ബൗളിങ്ങിൻ്റെ ഘട്ടത്തിൽ മറ്റുമൊക്കെ നമ്മളത് കാണുന്നു. അതായത് ടീമിൽ മാറ്റമില്ല, താരങ്ങൾക്ക് മാറ്റമില്ല, കോച്ചിന് മാറ്റമില്ല. ആകെ മാറ്റം എന്താ? ക്യാപ്റ്റനായി സഞ്ജു സാംസൺ മടങ്ങിയെത്തി. ക്യാപ്റ്റൻ സഞ്ജു ഈസ് ബാക്ക്. മനോഹരമായിട്ടാണ് അദ്ദേഹം തൻ്റെ ബൗളിംഗ് ഓപ്ഷനുകൾ ഉപയോഗപ്പെടുത്തിയത്. കളിക്ക് ശേഷം പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ അദ്ദേഹത്തോട് ആർച്ചർ സന്ദീപ് കോംബോയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഒരാൾ അതിവേഗത്തിൽ എറിയുന്നയാൾ, മറ്റാൾ സ്ലോ ബോൾ കൊണ്ട് വിസ്മയം തീർക്കുന്നയാൾ. അതിന് സഞ്ജുവിൻ്റെ മറുപടി നോക്കുക. ദാറ്റ് ഈസ് വെരി ഡെഡ്ലി കോംബോ. അതൊരു ഡെഡ്ലി കോംബോയാണ്. ഒരാൾ അറൗണ്ട് 150 എറിയുന്നു, മറ്റേയാൾ 115 എറിയുന്നു. ഒരാൾ 150, ഒരാൾ 115 ഇങ്ങനെ എറിയുന്നു. അപ്പം സന്ദീപ് 130 ഒക്കെ എറിഞ്ഞു എന്നുള്ളത് ഓർമ്മപ്പെടുത്തുമ്പോൾ സഞ്ജു തമാശ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ അതിനൊരു കേക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട്. ഐ തിങ്ക് വി ഷുഡ് കട്ട് എ കേക്ക് ഓൺ ദാറ്റ് മേ ബി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിരിക്കുകയാണ്. ഏതായാലും എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് അവരെ പ്രഷർ ഓവറുകളിൽ വിശ്വസിക്കാൻ പറ്റും. അങ്ങനെയുള്ള ബൗളിംഗ് പെർഫോമൻസ് ആണ് അവർ നടത്തുന്നത്. അപ്പം ആർച്ചർ അത്ര വേഗത്തിൽ പന്തെറിയുമ്പോൾ ഞങ്ങളെല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്നു. സാൻഡി ആവട്ടെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കുറച്ച് ഓവറുകൾ ഈ രൂപത്തിൽ എറിയുന്നു. സാൻഡി ഹാസ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ മീ ഫോർ ദി പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അദ്ദേഹം ഈ രൂപത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഈ ഡെത്ത് ഓവറുകളിൽ ഒക്കെ എറിയാൻ കെൽപ്പുള്ള ബെസ്റ്റ് പ്ലെയറാണ്. ഹീ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഗൈസ് ഇൻ ഇന്ത്യ എന്നുകൂടി കൃത്യമായിട്ട് സഞ്ജു സാംസൺ പറയുന്നു. എന്തായാലും ആ കോംബോ അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞപ്പോൾ സന്ദീപും ജോഫ്രെ ആർച്ചറും ഒക്കെ കഴിഞ്ഞ കളികളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ സഞ്ജു അവരെ ഉപയോഗപ്പെടുത്തുന്ന രീതി ദാറ്റ് സംതിങ് സ്പെഷ്യൽ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.